എനിക്കായി കരുതാമെന്നുരശവനേ, എനിക്കൊട്ടും ഭയമില്ല നിന്നെ ചീടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപിടം ചാർന്ന് കടന്നു വരുവാനും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ചോദിച്ചു വാങ്ങിപ്പാനും സ്വർഗം തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ചേർത്ത് വയ്ക്കുകയാണ്. ഈ പ്രാർത്ഥനാ കുടുംബത്തിലുള്ള ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തമ്പുരാൻ്റെ സാന്നിധ്യമുള്ളതോർത്ത് നന്ദി. ഞങ്ങളെ അറിയുന്നവനുള്ളതുപോലെ അവിടുന്നാകിയാൽ നാഥ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാദപിടം ചാർന്ന് കടന്നു വരുന്ന ഒരു മക്കളും ഒരു നാളിൽ ലജിച്ചു പാന്നിയോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം ഇന്നുവരെ നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളെ സഹായിപ്പാൻ കരുതുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഹല്ലേലൂയ. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, അടിയങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, ജോലി, കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ദിനം തോറും വേണ്ടുന്നത് തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ ഭാവിയൊക്കെയും ഹല്ലേലൂയ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലായിത്തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാസമ്പന്നരാക്കണമേ. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കണമേ കർത്താവേ. ഓരോ മക്കളും എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും സൗഖ്യം അവർക്ക് കൊടുത്ത് കൺമണി പോലെ സൂക്ഷിച്ച് ആഗ്രഹിച്ച നിലവാരത്തിൽ എത്തിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്നവർ, OITയും IELTSഉം ജർമ്മനും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും പമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, അങ്ങനെ എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് ജോലി ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാവർക്കും വഴിവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവം അവിടുന്ന്. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. തൻ്റെ കുഞ്ഞുങ്ങളെ കരുണ തോന്നി സഹായിക്കണം, അത്ഭുത വഴികളിൽ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയഭക്തിയോട് ദൈവത്തെ സ്നേഹിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ. ദുഷ്ടപിശാച് കാണാതുള്ളവരെ മറയ്ക്കണമേ കർത്താവേ. യോബിന് വേല് കെട്ടി സൂക്ഷിച്ച ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം സൂക്ഷിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭാവിയെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. ജോലിയിലവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അപ്പോൾ വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണയൊരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങൾക്ക് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് കർത്താവ് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ. അവർക്കും വേണ്ടുന്ന എല്ലാ ആവശ്യം ആഗ്രഹം പറഞ്ഞവരെ കരുതണമേ കർത്താവേ. ദൈവമായ കർത്താവേ, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയെല്ലാം കർത്താവ് സഹായിക്കണം. അവർക്ക് മാതാവും പിതാവുമായി കൂടെ ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ ആമേൻ. എൻ്റെ ദൈവം വിടുവിക്കാൻ ദൈവമാ, മനസ്സലിവും കരുണയുമുള്ള ദൈവമാ, മനസ്സാന്തരം നൽകി മാനിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാൻ സമ്മതിക്കല്ലേ കർത്താവേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ നെടുവേർപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. മാതാപിതാക്കൾ കരയുന്ന, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന കർത്താവേ. അവരുടെ യാചനയുടെ ശബ്ദം കൈക്കൊള്ളണമേ. അവർക്കൊരു മാനസാന്തരം നൽകണമേ കർത്താവേ. അങ്ങനെ ആവശ്യഭാരങ്ങളുടെ നടുവിൽ നീറിപ്പുകയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവരുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രോഗികൾക്കെല്ലാം സൗഖ്യവും സമാധാനവും നൽകണമേ കർത്താവേ. എല്ലാ രോഗികളെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനും മരുന്നും അവിടുന്നാകിയാൽ
അപ്പോൾ ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കുന്നവരെ നിൻ്റെ കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ചവരെ സൗഖ്യപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് വിധേയപ്പെടുന്നവരുണ്ട്. ആമേൻ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, കർത്താവേ സ്തോത്രം. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഹല്ലേലൂയ കർത്താവേ. അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ആമേൻ കർത്താവേ സ്തോത്രം. ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന വേദനകളും, ഹല്ലേലൂയ കർത്താവേ. പുകച്ചിലാൽ ഭാരമുള്ളവർ, ആമേൻ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, മാനസികമായ ഭ്രാന്തിയിൽ കഴിഞ്ഞു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, അലർജി ഉള്ളവർ, എല്ലാവരെയും പൊന്നു പ്രാണപ്രിയൻ്റെ പാദപിടിച്ചിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അങ്ങ് ഒരു തുള്ളി മഹാരക്തം കുത്തിവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പച്ചനെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. മുൻപോട്ട് ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യങ്ങളെ സൂക്ഷിക്കണമേ. യുദ്ധശ്രുതികളൊക്കെയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പാ യുദ്ധത്തിന് അറുതി വരുത്തണമേ, സമാധാനമായി നീങ്ങുവാൻ ഇടയാക്കണമേ. എൻ്റെ ദൈവം സംരക്ഷിക്കണമേ കർത്താവേ. അടിയങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം സഹായിക്കണമേ. മേലധികാരികളോട് ഇടപെടണമേ. ഒരു കഷ്ടവും സങ്കടവും ഉണ്ടാകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് പ്രാർത്ഥിപ്പാനുള്ള സമയമാ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, മറുപടിയുമായി ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകം നിരപരാധികൾ പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ നിന്റെ ദൂതനെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ആമീൻ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ചവരെ അനുഗ്രഹിക്കണേ. എല്ലാ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗം ചോദിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ കലവറ തുറന്നു കൊടുത്ത് വഴിവാതിൽ തുറന്ന് സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയം തമ്പുരാൻ്റെ പാദപിടുത്തിലോട്ട് ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ദൈവകൃപ തരണം. ഭക്ഷണം വസ്ത്രം തരണം. ആരോഗ്യവും ബലവും തരണം. സമാധാനത്തിൽ സൂക്ഷിക്കണം. വാഹനം ഓടിക്കുന്ന മക്കളെ പൊന്നുകരങ്ങളിൽ ചേർത്ത് പിടിച്ചു കൊള്ളണം. ആപത്തനത്ത് വിടുവിക്കണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കരുതി ഒരുക്കി കൊടുക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ഈ നാമം ഉപയോഗിച്ചടിയൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും വിടുതലുകളും സമാധാനങ്ങളും സന്തോഷങ്ങളും സൗഖ്യങ്ങളും സമൃദ്ധികളും ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.